ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ, കോഫി തരട്ടെ? നവീന്റെ പാകം പറഞ്ഞാ മതി, ഞാൻ മിക്സ് ചെയ്ത് തരാം. അല്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇന്നലെ വീട്ടിൽ വെച്ച് ഗാദ എനിക്ക് കോഫി ഉണ്ടാക്കി തന്നല്ലോ, അത് കൃത്യമായിരുന്നല്ലോ. അമ്മയുടെ മുന്നില് എപ്പോഴും ഇങ്ങനെ കണ്ണം പറയേണ്ടി വരുന്നതില് നല്ല വിഷമമുണ്ട് എനിക്ക്. ഓരോ കള്ളം പറയുമ്പോഴും 1000 തവണ ഞാൻ എന്റെ മനസ്സിൽ മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാലും കുറെ ദൂരെ എത്തുമ്പോ ഈ പേടിയൊക്കെ യാഥാർത്ഥ്യമാവുമല്ലോ. ചിലപ്പോ ഞാൻ തന്നെ എന്റെ അമ്മയെ വിട്ട്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, മോൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എത്ര കാലമായി കാവില് വിളക്ക് തെളിയിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയിട്ട്. അങ്ങനെയുള്ള ഒരാളെ നാഗങ്ങൾ ഉപദ്രവിക്കോ? ഇല്ല മോളെ. പ്രത്യേകിച്ച് ഇക്കാലത്ത് ദൈവങ്ങൾക്ക് മനസ്സറിഞ്ഞ് തിരിവെക്കുന്ന എത്ര ആളുകളാ ഉള്ളേ. അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവങ്ങൾ പിന്നെ എന്തിനാ? പിന്നെ മോളെ, സിത്താര മേഡം നവീന്റെ വീട്ടിൽ പോണമെന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ് എതിർക്കരുത്. പിന്നെ എന്ത് ചെയ്യാനോ ഗോപാലമാമ പറയുന്നത്? വീണ്ടും അങ്ങോട്ട് പോവാനോ? പോകേണ്ടി വന്നാ പോകണം. എന്തായാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്തില്ലേ, ബാക്കി എന്തെങ്കിലും പൂർത്തിയാക്കാനുണ്ടെങ്കിൽ അതും കൂടെ തീരട്ടെ. എന്തായാലും മോള് പോയിട്ട് വാ. ചെന്നിട്ട് കാര്യം അറിഞ്ഞിട്ട് വിളിക്കണേ മോളെ. ശരി അമ്മയെ നോക്കിക്കോണേ സുനന്ദേച്ചി. പോട്ടെ. നിങ്ങൾ എന്ത് മനുഷ്യനാ? വീണ്ടും നവീന്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നാ പോണോന്ന് എന്തിനാ കൃഷ്ണയോട് പറഞ്ഞേ? അതെല്ലാം തീർന്നതല്ലേ? അതൊക്കെ തീർന്നു ആരാ സുനന്ദ നിന്നോട് പറഞ്ഞേ? സിത്താരാമയുടെ ഇപ്പൊ അവളെ വിളിച്ചതിന് പിന്നിൽ വ്യക്തമായിട്ടൊരു കാരണമുണ്ടാവും. എന്ന് പറഞ്ഞാ ഗാതമോളുടെ സ്ഥാനത്തേക്ക് കൃഷ്ണയെ പറഞ്ഞയക്കുന്നത് എളുപ്പമാണ്. പക്ഷേ കൃഷ്ണമോളുടെ സ്ഥാനത്തേക്ക് ഗാഥ അയക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഗാഥയുടെ ഭാഗത്ത് നിന്ന് എന്തോ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്നാ. അങ്ങനെയാണെങ്കിൽ നവീന്റെ കൂടെ കൃഷ്ണ തന്നെ കളരിക്കലേക്ക് തിരിച്ചു പോവും. അതൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും സുനന്ദേ. ഇത് ലക്ഷ്യം തെറ്റി നീങ്ങുന്ന ഒരു കാര്യമല്ല. ഇതിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ, എല്ലാറ്റിനും ഒടുവിൽ നവീന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകുന്നത് കൃഷ്ണമോളായിരിക്കുമെന്ന്. അതങ്ങനെ സംഭവിക്കൂ എന്നാ എന്റെ മനസ്സിൽ തോന്നുന്നത്. ഗോപാലേട്ടന്റെ ആഗ്രഹങ്ങള് കയ്യിലിരിക്കുന്ന ലോട്ടറി ടിക്കറ്റ് പോലെയാണല്ലോ. എന്റെ കയ്യിലിരിക്കുന്ന ലോട്ടറി അടിക്കണ്ട. പക്ഷെ കൃഷ്ണമോളുടെ കാര്യത്തില് ഈ ലോട്ടറി അടിച്ചേ പറ്റൂ. നവീനും കൃഷ്ണമോളും തമ്മിലാ ചേരേണ്ടത്. അതങ്ങനെ സംഭവിക്കൂ. നവീൻ, കോഫി തരട്ടെ? നവീന്റെ പാകം പറഞ്ഞാ മതി, ഞാൻ മിക്സ് ചെയ്ത് തരാം. അല്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇന്നലെ വീട്ടിൽ വെച്ച് ഗാദ എനിക്ക് കോഫി ഉണ്ടാക്കി തന്നല്ലോ, അത് കൃത്യമായിരുന്നല്ലോ. താനൊരു കാര്യം ചെയ്യ്, ഇന്നലത്തെ പാകം എനിക്കറിയാലോ, അങ്ങനെ മിക്സ് ചെയ്താൽ മതി.
താങ്ക് യു. തനിക്കിത് എന്ത് പറ്റി കഥ? തന്റെ മനസ്സിവിടുന്നു അല്ലേ? ആ, എന്താ എന്താ നവീൻ? ഇത്ര പെട്ടെന്ന് തനിക്ക് തന്റെ കൈപ്പുണ്യൊക്കെ നഷ്ടപ്പെട്ടു പോയോ? സത്യം പറഞ്ഞ ഇന്നലെ താനിക്ക് തന്ന കോഫി ഉണ്ടല്ലോ, എത്ര നേരമാണ് അതിന്റെ ടേസ്റ്റ് എന്റെ നാവില് തങ്ങി നിന്നെന്ന് പറയാൻ പറ്റില്ല. കോഫിക്ക് മാത്രമല്ല, അത് തന്ന തനിക്കുണ്ടായിരുന്നു ഒരു പ്രത്യേകത. എന്ത് പ്രത്യേകത? ഇന്നലെ താൻ എനിക്ക് തന്ന കോഫിയില്ലേ, അതില് ഒരു ഭാര്യയുടെ സ്നേഹം ഉണ്ടായിരുന്നു, ഒരു കാമുകയുടെ അഫെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അതൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോറി നവീൻ, ഇന്നലത്തെ സംഭവത്തിന് ശേഷം എന്റെ മനസ്സ് നേരെ നിൽക്കുന്നില്ല. എത്രയൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ആ കാഴ്ച തന്നെയാ ഉള്ളില് വീണ്ടും വീണ്ടും വരുന്നത്. അതുകൊണ്ടാ. അത് കുഴപ്പമൊന്നുമില്ലടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിന്റെ ടെൻഷനൊക്കെ മായുമ്പോ താൻ എനിക്ക് ഒരു കോഫി തന്നാ മതി. നവീൻ, മോളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സത്യത്തിൽ ഇത്തരം ആചാരങ്ങളും ദോഷങ്ങളും ഒന്നും അവക്ക് വലിയ പരിചയമില്ല. നിങ്ങൾ പുതിയ ജനറേഷൻ അല്ലേ. മോള് വല്ലാണ്ട് ഭയന്നു. പാവം. അതൊക്കെ ഓക്കെയോ? എത്രയും പെട്ടെന്ന് കഥ പഴയതുപോലെയാവും അല്ലേ കഥ? ഞാൻ മാമിനെ ഒന്ന് വിളിക്കട്ടെ, ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാം. ഹലോ, എന്തായി സിനി? കൃഷ്ണ എന്നോടൊപ്പം വന്നിട്ടുണ്ട് മാം. ഞങ്ങള് ഗേറ്റിനടുത്തുണ്ട്. ഗാന്ധി നവീന ഹോളിലുണ്ട്. അവര് കാണാതെ പിന്നമ്പുറത്തൂടെ അകത്തേക്ക് വാ. ശരി മാം. എന്താ? നമുക്ക് പിന്നാമ്പുറത്തൂടെ പോവാം. കൃഷ്ണ വാ.